मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। വിഷു വന്നാൽ നമ്മൾ ഉടുക്കും നല്ല വെള്ളമുണ്ട്. ബലൂൺ സവാരി എന്തായാലും നല്ല രസമുണ്ട്. അടികൈ രമണങ്ങളെ, താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. എന്റെ കൂട്ടുകാരനാണ് ഈ രമണ. ഞങ്ങൾ രണ്ടുപേരും എന്നും ഒന്നാ. അടികൈ ചില കാര്യങ്ങൾ ആകാശത്തിലേക്ക് വന്നാലും ഒരിക്കലും മാറുകയില്ല. സംശയമുണ്ടോ? എടാ ഇതെന്താണ്? എന്താണ് സംഭവിക്കുന്നത്? ചുഴലിക്കാറ്റ് വരാൻ പോവുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഹണി, നന്നായിട്ടൊന്ന് പിടിച്ചു. എങ്ങോട്ടാണ് പോയത്? ഞാൻ മുകളിലുണ്ട്, മുകളിൽ. ഹണി താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ രക്ഷപ്പെടുത്താം. ഹണി, കാലാവസ്ഥ മാറാൻ എന്താണ് കാരണം? ചുഴലിക്കാറ്റ് വരുന്നതായിരിക്കാം. ചുഴലിക്കാറ്റ് കടലിലല്ലേ വരികയുള്ളൂ, നമ്മൾ പക്ഷെ ആകാശത്തല്ലേ. എടാ കഴുതേ, ചുഴലിക്കാറ്റ് ആകാശത്തിലും വരാം. വന്നു കഴിഞ്ഞാൽ നമ്മൾ പറക്കും. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മളിപ്പോൾ പറക്കുകയല്ലേ. ചുഴലിക്കാറ്റ് പെട്ടെന്ന് വരാൻ എന്താണ് കാരണം? പന്നികളാണ് കൂട്ടത്തോടെ വരുന്നത്. ചുഴലിക്കാറ്റ് തനിച്ചേ വരികയുള്ളൂ. ചുഴലിക്കാറ്റ് വരുന്നു, എല്ലാരും വേഗം കയറിൽ പിടിച്ചോ. ബലൂൺ പൊട്ടിപ്പോയി. നമ്മൾ താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തന്നെ എല്ലാവരും ജമ്പ് ചെയ്യണം. ഓക്കെ, ചാടിക്കോ. നീ എന്തിനാ നീന്തുന്നത്? നിനക്ക് പറക്കാലോ. പേടിയിൽ ഞാൻ മറന്നുപോയതാണ്. ഞാൻ തത്ത തന്നെയാണ്. സംശയമുണ്ടോ? രാത്രിയിൽ കള്ളൻ വെക്കും കഴുത്തിൽ കത്തി. നമ്മൾ അവസാനം മരുഭൂമിയിലേക്ക് എത്തി. അടികൈ സുഹൃത്തെ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഹണി, അത് ശരി, ഞാൻ മണലിൽ കുടുങ്ങിയതാണല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് രാത്രി ആയതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കണത്? എന്റെ കയ്യിൽ നിന്ന് മേടിക്കണോ? നീ ആരോടെ ഈ കളിക്കുന്ന? തനിച്ച് വന്നിട്ട് നിനക്ക് ഇത്രയും ധൈര്യമോ? ഓടിക്കോ, ഇവർ വളരെ അപകടം പിടിച്ചവരാണ്. ഇനി ഞങ്ങളുടെ ഏരിയ വന്ന എന്റെ സ്വഭാവം നീ മനസ്സിലാക്കും. കൊച്ചളിയ, ദേ അവിടെ ഒരു കുളം. വെള്ളം കിട്ടിപ്പോയി. ഈ കുളത്തിൽ വെള്ളമില്ലല്ലോ. ആ കാണുന്ന കുളത്തിലാണ് വെള്ളമുള്ളത്. ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. അവിടെ നിൽക്കൂ. അത് മരീചികയാണ്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടത് പന്താണ്. മരീചിക എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ കാണുന്ന ഒന്നാണ് മരീചിക. സൂര്യകിരണത്തിന്റെ ഷൈനിങ് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് വീണ്ടും മരീചിക കാണുന്നു. എനിക്ക് തോന്നുന്നത്
അതിലൂടെ കുറെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ്. എടാ കഴുതേ, സത്യത്തിൽ വരുന്നുണ്ട്. Help! 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 ഞങ്ങളെ സഹായിക്കൂ. ഓഹോ, ബലൂൺ സഫാരി ചെയ്യുന്ന നമ്മുടെ രമണയല്ലേ അത്? എന്നെ അവർ മനസ്സിലാക്കി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഞങ്ങൾക്ക് വെള്ളം വേണം. നിങ്ങൾ സുഖമായിരുന്ന് വെള്ളം കുടിക്കും, എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കൊള്ളയടിക്കാം. കൊള്ളയടിക്കുന്നോ? ആരാ നിങ്ങള്? മരുഭൂമിയിലെ കൊള്ളക്കാർ. മനുഷ്യന്റെ വിജയം അധ്വാനമാണ്. ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അടികൈ. അയാൾ നമ്മളെ കണ്ടു എന്നാ തോന്നുന്നത്. ഇവരെല്ലാവരും നമ്മളെ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് മിണ്ടാതിരിക്കുന്നത്? സംശയമുണ്ടോ? അതെ, അതെന്താണ്? കാരണം ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ചുറ്റളവിൽ മരുഭൂമിയാണ്. നിങ്ങൾ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? പൊയ്ക്കോ. നാളെ രാവിലെ ചാന്ത് ഗ്രാമത്തിൽ നിങ്ങളെ ഞാൻ വിടും. ചാന്ത് പൊട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണ്? ഇവിടുത്തെ ഏതെങ്കിലും സിനിമയുടെ പേരാണോ? ചാന്ത് പൊട്ടലടാ, ചാന്ത് ഗ്രാമം. മതി, ചാന്ത് ഗ്രാമത്തിൽ നമ്മൾ സ്വതന്ത്രരാകും. എങ്ങനെ? ഇന്ന് രാത്രി ഇവർ തോക്കിൽ നമ്മൾ ഈ മണലിടും. അത് റിപ്പയർ ആകും. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോഗി എന്തിനാ രാത്രി മോങ്ങുന്നത്? നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അടികൈ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഇതാണ് അടിച്ചുപൊളി എന്ന് പറയുന്നത്. ഇവിടെ ജീവനോടെയുള്ള ആരെയും തന്നെ കാണാനില്ല. സംശയമുണ്ടോ? ഇൻസ്പെക്ടർ പാണ്ഡ. എടാ മരമണ്ട, ഞാൻ പാണ്ഡയല്ല, എം പാണ്ഡയാണ്. പേര് മംഗൽ പാണ്ഡ. പേടിയുള്ളവരെന്നെ വിളിക്കും പാണ്ഡയെന്ന്, സ്നേഹമുള്ളവർ ചേനു എന്ന് വിളിക്കും. മിണ്ടരുത്. ഫയർ. സാർ, ഇവരെ വേഗം പിടിക്കൂ. ഇവരെ തോക്ക് ഞങ്ങളെ കേടാക്കിയിരിക്കാണ്. തോക്കുകളൊക്കെ കേടായെന്നോ? വേഗം ഇവിടെ രക്ഷപ്പെടാം. ഒന്ന് വേഗം പോകും. വേഗം പാടാ, ഇവിടുന്ന് രക്ഷപ്പെടാം. അവരെ വിടരുത്. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മിണ്ടി പോകരുത്. എന്റെ അടുത്താണോ നിന്റെയൊക്കെ കളി? ഈ മംഗൽ പാണ്ഡെ യാത്ര പെടുന്നൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ പുലിയാണ്. മരുഭൂമിയിൽ എന്തിനാണ് ആവശ്യമില്ലാതെ മഴ പെയ്തത്? എന്നെ വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അടികൈ. മതി, ഇനി വേണ്ട. തന്റെ കവിത ഇനി എനിക്ക് കേൾക്കാൻ കഴിയില്ല. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി നിന്റെയൊക്കെ സ്ഥാനം ജയിലിലാണടാ.
നിക്ക്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏറ്റെടുത്തോ മുതലാളി. മോഷണമാളെ നിന്റെ പണി. ഇനി ആ പണി ഞങ്ങള് നിർത്തിത്തരാം. മര്യാദയ്ക്ക് നിന്റെ ആൾക്കാരോട് തിരിച്ചു വരാൻ പറയൂ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കലക്കി ഹണി പണി അടിപൊളി തന്നെ. വേണ്ടരുത്. ഇവരെ പിടിക്കുന്നവർക്ക് 1 ലക്ഷം സമ്മാനമുണ്ട്. അത് നിങ്ങൾ വാങ്ങണം. വെയിലടിച്ചത് കൊണ്ട് മരമല്ല കരിഞ്ഞിരിക്കുന്നു. കണ്ടോ, നമുക്ക് സമ്മാനം അടിച്ചിരിക്കുന്നു. അടികൈ. വേണ്ടരുത്. ഇനി മേലാൽ താൻ കവിത എങ്ങാനും ചൊല്ലിയാൽ തന്നെ തൂക്കി എടുത്ത് ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും, പറഞ്ഞേക്കാം.